നമസ്കാരം. ഇതിഹാസ പുരാണങ്ങളിൽ നിന്നുള്ള ഹൃദയസ്പർശിയായ വളരെ ഗഹനമായ ഒരു കഥയുടെ പൊരുളറിയാനുള്ള യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കർമ്മത്തിന്റെ അലംഘനീയമായ ഭാരമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു ചെറിയ തെറ്റ്, ഒരു നിമിഷത്തെ കോപം, അതെങ്ങനെയാണ് ഒരു യുഗത്തിന്റെ തന്നെ ഗതി മാറ്റുന്നത് എന്ന് ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ആഖ്യാനമാണിത്. തികഞ്ഞ വിസ്മയത്തോടെ മാത്രമേ ഈ കഥയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയൂ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. ഭാരതവർഷത്തിന്റെ മണ്ണിൽ അപ്പോഴും കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ആ വലിയ മാറ്റൊലികൾ പൂർണ്ണമായും അടങ്ങിയിട്ടില്ല. പാണ്ഡവരുടെ പിൻഗാമിയായി സാക്ഷാൽ അഭിമന്യുവിന്റെ ധീരനായ പുത്രൻ പരീക്ഷിത് മഹാരാജാവ് ഹസ്തിനപുരി ഭരിക്കുന്ന കാലം. ധർമ്മം അതിന്റെ പൂർണ്ണരൂപത്തിൽ നിലനിന്നിരുന്ന ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത്. എന്നാൽ കാലചക്രം വെറുതെയിരിക്കില്ലല്ലോ. അതിന്റെ ഭീകരമായ വേഗതയിൽ കലിയുഗത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ആ ധർമ്മലോകത്തിനുമേൽ ഒരു അദൃശ്യമായ നിഴൽ വീഴാൻ തുടങ്ങുകയായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ നായാട്ടിനായി വനത്തിലെത്തിയ പരീക്ഷിത്ത് ഒരു മാനെ പിന്തുടർന്ന് കാടിന്റെ ഉൾപ്രദേശങ്ങളിൽ ചെന്നുവിട്ടു. ചുട്ടുപൊള്ളുന്ന ഉച്ചസമയം. കഠിനമായ ദാഹവും വിശപ്പും കാരണം ആ ചക്രവർത്തി വല്ലാതെ തളർന്നുപോയിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ചുറ്റും പക്ഷികളുടെ കളകൂജനങ്ങളോ മൃഗങ്ങളുടെ ശബ്ദങ്ങളോ ഒന്നുമില്ല. തികച്ചും നിശബ്ദമായൊരു പ്രദേശം. അവിടെ ഒരു ആശ്രമമുണ്ടായിരുന്നു. സമീകൻ എന്ന മഹർഷിയുടെ തപസ്സുഭൂമി. അല്പം ദാഹജലം കിട്ടിയെങ്കിലോ എന്ന് കരുതി രാജാവ് അവിടേക്ക് കാലെടുത്തു വെച്ചു. ആശ്രമത്തിൽ പ്രവേശിച്ച രാജാവ് കണ്ടത് ധ്യാനനിമഗ്നനായിരിക്കുന്ന സമീക മഹർഷിയെയാണ്. അദ്ദേഹം കഠിനമായ മൗനവ്രതത്തിലായിരുന്നു. അതായത് ബാഹ്യലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായും വേർപെടുത്തി ഈശ്വരനിൽ മാത്രം ലയിച്ചുള്ളൊരവസ്ഥ. ദാഹിച്ചു വലഞ്ഞ രാജാവ് പലതവണ കുടിക്കാൻ വെള്ളം ചോദിച്ചു. പക്ഷേ മഹർഷി അനങ്ങിയില്ല. ജീവനുള്ള മനുഷ്യനാണെങ്കിലും ശ്വാസമെടുക്കുന്നൊരു കൽപ്രതിമയെപ്പോലെ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. എന്തായിരിക്കും ആ നിമിഷം രാജാവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്? ഈ ബ്രാഹ്മണൻ എന്നെ അധിക്ഷേപിക്കുകയാണോ? അതോ വെറുമൊരു കപടവേഷമോ? അതെ, കലിയുഗം പരീക്ഷിത്തിന്റെ മനസ്സിലേക്ക് നുഴഞ്ഞു കയറിയ കൃത്യമായ നിമിഷമിതായിരുന്നു. താനൊരു ചക്രവർത്തിയാണെന്ന അഹന്തയും കഠിനമായ ക്ഷീണവും ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിവേകം നഷ്ടപ്പെട്ടു. ഒരു മഹർഷിയുടെ പവിത്രമായ തപസ്സിനെ തന്നെ അപമാനിക്കാനുള്ള ഒരു കപടവേഷമായി ആ രാജമനസ്സ് തെറ്റിദ്ധരിച്ചു. ആ സംശയവും ദേഷ്യവും വളരെ വലിയ ഒരു പാപത്തിലേക്കാണ് അദ്ദേഹത്തെ നയിച്ചത്. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട രാജാവ് പെട്ടെന്ന് ആശ്രമത്തിനരികിൽ ചത്തുകിടന്ന ഒരു പാമ്പിനെ തന്റെ വില്ലിന്റെ അറ്റത്താൽ എടുത്തു. എന്നിട്ട് അത് ആ മഹർഷിയുടെ കഴുത്തിലൊരു മാല പോലെ ഇട്ടു. താൻ ചെയ്തത് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ തകർക്കാൻ പോകുന്ന എത്ര വലിയ പാപമാണെന്ന് തിരിച്ചറിയാതെ തികഞ്ഞ അഹങ്കാരത്തോടെ പരീക്ഷിത് അവിടെ നിന്നും മടങ്ങി. സമീക മഹർഷിക്ക് ശൃംഗി എന്നൊരു പുത്രനുണ്ടായിരുന്നു. അതിശക്തനായൊരു യുവതാപസൻ. തന്റെ പിതാവിന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ട വിവരം അവൻ അറിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളിൽ കോപാഗ്നി ജ്വലിച്ചു. യാതൊരു മടിയുമില്ലാതെ കൗശികി നദിയിലെ ജലം കയ്യിലെടുത്തുകൊണ്ട് തന്റെ ബ്രാഹ്മണ തേജസ്സും യൗവനത്തിന്റെ തിളച്ച രക്തവും നൽകിയ ആവേശത്തിൽ അവൻ ശപിച്ചു. അത്യന്തം ഭയാനകമായൊരു ശാപം. എന്റെ പിതാവിനെ അപമാനിച്ച ആ ക്രൂരൻ ഇന്നു മുതൽ 7-ാം ദിവസം തക്ഷകൻ എന്ന സർപ്പരാജന്റെ ദംശനമേറ്റ് മരണപ്പെടട്ടെ. ആ ഒരു യുവകോപം അവിടെ ഒരു ചക്രവർത്തിയുടെ വിധി നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. ഈ കഥയിലെ ഏറ്റവും മനോഹരമായ എന്നാൽ സങ്കടകരമായ ഒരു വൈരുദ്ധ്യം നമുക്കിവിടെ കാണാം. അച്ഛനും മകനും തമ്മിലുള്ള വലിയൊരു അന്തരമാണത്. തൻ്റെ പുത്രൻ്റെ പ്രവൃത്തി അറിഞ്ഞ സമീക മഹർഷി തപസ്സുണർന്ന് അത്യധികം ദുഃഖിച്ചു. കാരണം പരീക്ഷിത്ത് ലോകത്തെ സംരക്ഷിക്കുന്ന ധർമ്മനിഷ്ഠനായ ഒരു രാജാവാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരു ചെറിയ തെറ്റിന് ഇത്ര വലിയ ശിക്ഷ നൽകിയത് ശരിയായില്ല എന്ന് ആ പിതാവ് വിലപിച്ചു. വിനാശകരമായ യുവകോപവും ക്ഷമയുടെ പ്രതീകമായ പക്വതയും ഇവിടെ നേർക്കുനേർ നിൽക്കുകയാണ്. മഹർഷിയുടെ ശിഷ്യൻ മുഖേന രാജാവ് ഈ മരണശാപത്തെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ മരണമുറപ്പായ ഒരാൾ എങ്ങനെ പ്രതികരിക്കും? അതിശയകരമെന്ന് പറയട്ടെ, പരീക്ഷിത്തിന് യാതൊരു ഭയവും തോന്നിയില്ല. പകരം അദ്ദേഹം ആശ്വാസത്തോടെ അത് ഉൾക്കൊണ്ടു. തന്റെ പ്രവൃത്തിയിൽ അത്യധികം ഖേദിച്ച അദ്ദേഹം ആ ശാപത്തെ വലിയൊരു ദുരന്തമായല്ല, മറിച്ച് താൻ ചെയ്ത പാപത്തിൽ നിന്നുള്ള ഒരു ശുദ്ധീകരണമായാണ് കണ്ടത്. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഒരു മഹാത്മാവാക്കുന്നത്. ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ഭാവം മാറി. തന്റെ ശിഷ്ടകാലം ധർമ്മത്തിനും മോക്ഷത്തിനുമായി മാത്രം സമർപ്പിക്കാൻ രാജാവ് തീരുമാനിച്ചു. വിശാലമായ സാമ്രാജ്യവും രാജകിരീടവും അദ്ദേഹം തന്റെ പുത്രനായ ജനമേജയനെ ഏൽപ്പിച്ചു. സകല ഭൗതിക മോഹങ്ങളും സുഖങ്ങളും ഉപേക്ഷിച്ച് സ്വന്തം മരണം കാത്തിരിക്കുന്നതിനായി അദ്ദേഹം പവിത്രമായ ഗംഗാതീരത്തേക്ക് നടന്നു നീങ്ങി. സർവ്വതും ഈശ്വരനിൽ അർപ്പിക്കുന്ന അതിമനോഹരവും ശാന്തവുമായ ഒരു സമർപ്പണമായിരുന്നു അത്. അങ്ങനെ ഗംഗാതീരത്ത് മരണം കാത്തിരിക്കുന്ന രാജാവിന്റെ അരികിലേക്ക് സാക്ഷാൽ ശുഗമഹർഷി എത്തിച്ചേർന്നു. തുടർന്നുള്ള 7 ദിവസങ്ങൾ പരീക്ഷിത്ത് കേട്ടത്
ഭാരതം കണ്ട ഏറ്റവും മഹത്തായ ആത്മീയ പ്രഭാഷണങ്ങളിലൊന്നാണ്. ഭാഗവത പുരാണം. ഭൗതികമായ ശരീരത്തിന് മരണമുണ്ടെങ്കിലും ആത്മാവ് അമരമാണെന്ന പരമമായ സത്യം ആ 7 ദിനങ്ങളിൽ അദ്ദേഹം ഉൾക്കൊണ്ടു. അതോടെ ഭയം പൂർണ്ണമായും മാറി ആ രാജാവിന്റെ മനസ്സ് ശാന്തമായൊരു തടാകം പോലെയായി. ശാപത്തിന്റെ 7-ാം നാൾ രാജാവിനെ വധിക്കാൻ തക്ഷകൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഇതിനിടയിൽ രാജാവിനെ ഏതുവിധേനയും രക്ഷിക്കണം എന്ന ലക്ഷ്യത്തോടെ കാശ്യപൻ എന്ന പ്രഗത്ഭനായ ഒരു വിഷവൈദ്യൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ തക്ഷകൻ തന്റെ മായാവലയത്താൽ കാശ്യപനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മഫലം അനുഭവിക്കാൻ സമയമാകുമ്പോൾ എത്ര വലിയ ബാഹ്യമായ ഇടപെടലുകൾക്കും വിധിയുടെ പ്രവാഹത്തെ തടഞ്ഞു നിർത്താനാകില്ല എന്നാണ്. പരീക്ഷിത്ത് വലിയൊരു ഗോപുരത്തിനു മുകളിൽ ആയുധധാരികളായ കാവൽക്കാരുടെ കനത്ത സുരക്ഷയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ വിധിക്ക് ഇതൊരു തടസ്സമേ അല്ലായിരുന്നു. വളരെ സൂക്ഷ്മമായി കേവലമൊരു ചെറിയ പുഴുവിന്റെ രൂപത്തിൽ ഒരു പടത്തിനുള്ളിൽ ഒളിച്ചിരുന്ന് തക്ഷകൻ ആ സുരക്ഷാ വലയങ്ങളെല്ലാം അതിവിദഗ്ധമായി ഭേദിച്ച് രാജാവിന്റെ അരികിലെത്തി. അടുത്ത നിമിഷം ആ പുഴുവിന്റെ രൂപത്തിൽ നിന്നും തക്ഷകൻ തന്റെ ഭയാനകമായ യഥാർത്ഥ സർപ്പരൂപം സ്വീകരിച്ചു. കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ അവൻ ആ ചക്രവർത്തിയെ ദംശിച്ചു. അഗ്നിജ്വാലകൾ പോലെ പടർന്ന ആ കൊടിയ വിഷം പരീക്ഷിത്തിന്റെ നശ്വരമായ ശരീരത്തെ ഒരു നിമിഷം കൊണ്ട് ചുട്ടുചാരമാക്കി. അങ്ങനെ ആ മഹാരാജാവിന്റെ കർമ്മഫലം അവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ വലിയ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത്? ധർമ്മത്തിന്റെ വലിയ 4 കാര്യങ്ങളാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 1. ശൃംഖിയിലൂടെ നാം കാണുന്ന നിയന്ത്രണമില്ലാത്ത ക്രോധം എങ്ങനെ വിനാശം വിതയ്ക്കുന്നുവെന്നത്. 2. സമീക മഹർഷി കാണിച്ചു തരുന്ന ക്ഷമയുടെ അങ്ങേയറ്റത്തെ മഹത്വം. 3. ഒരു ചക്രവർത്തിയായാൽ പോലും താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്ന സത്യം. ഒടുവിലായി മരണം സുനിശ്ചിതമായി മുന്നിൽ നിൽക്കുമ്പോഴും പരീക്ഷിത്ത് കാണിച്ച ഭയമില്ലാത്ത ആത്മീയ അന്വേഷണം. തീർച്ചയായും ഇത് ജീവിതത്തിനുള്ള വലിയൊരു ദർശനം തന്നെയാണ്. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. പരീക്ഷിത്തിന്റെ അന്ത്യം തികച്ചും പുതിയൊരു സംഭവവികാസത്തിന്റെ തുടക്കമായിരുന്നു. തന്റെ പിതാവിന്റെ ദാരുണമായ മരണത്തിൽ ദുഃഖിതനായ മകൻ ജനമേജയൻ പകരം വീട്ടാൻ തീരുമാനിച്ചു. ലോകത്തുള്ള സകല സർപ്പങ്ങളെയും ഇല്ലാതാക്കാൻ അവൻ സർപ്പസത്രം എന്നൊരു വലിയ യാഗം ആരംഭിച്ചു. ആ പ്രതികാരത്തിന്റെ അഗ്നിയിൽ ആയിരക്കണക്കിന് സർപ്പങ്ങൾ വീണൊടുങ്ങി. ഒടുവിൽ ഈ കൂട്ടക്കുരുതി തടയാൻ ആസ്തികമുനി എന്ന ദിവ്യപുരുഷൻ തന്നെ ഇടപെടേണ്ടി വന്നു. പ്രതികാരം വീണ്ടും പ്രതികാരത്തിലേക്കാണ് നയിക്കുക എന്ന് ഇത് വീണ്ടും തെളിയിക്കുന്നു. നമ്മൾ ഈ ആഖ്യാനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അതിശയകരമായ ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക. ഒരു രാജാവിന്റെ ദാരുണമായ മരണം അതെങ്ങനെയാണ് ലോകത്തിന് മുഴുവൻ മഹാഭാരതം ലഭിച്ച കൃത്യമായ നിമിഷമായി മാറിയത്? അതെ, ജനമേജയൻ നടത്തിയ ആ സർപ്പസത്രത്തിന്റെ വേദിയിൽ വെച്ചാണ് സാക്ഷാൽ വൈശമ്പായന മഹർഷി മഹാഭാരത കഥ ആദ്യമായി ലോകത്തോട് മുഴുവനായി വിവരിക്കുന്നത്. ഒരു യുഗത്തിന്റെ അവസാനവും ഒരു മനുഷ്യന്റെ മരണവും കേവലം ഒരു അന്ത്യമല്ല, മറിച്ച് അനശ്വരമായ പുതിയ തുടക്കങ്ങളാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന മഹാഭാരതം ജനിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഈ വലിയ ചിന്തയോടെ ഇതിഹാസത്തിന്റെ ഈ ഏടിൽ നിന്നും നമുക്ക് ഇടവേള എടുക്കാം. നന്ദി.